നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വളക്കൈ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ശ്രീകണ്ഠാപുരം പോലീസ് കേസെടുത്തു. അശ്രദ്ധയോടെയും ജാഗ്രതയില്ലാതെയുമാണ് വണ്ടി ഓടിച്ചതെന്നാണ് എഫ്ഐആർ. കൊല്ലം അഞ്ചൽ ഒഴുക്കുപാറക്കലിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കത്തി. അതിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഉമാ തോമസ് എംഎൽഎയ്ക്ക് അപകടം സംഭവിച്ച ദൃശ്യങ്ങൾ പുറത്ത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് വേദിയിൽ സ്ഥലം ഇല്ലായിരുന്നുവെന്നത് വ്യക്തം. ക്യൂ മാനേജറിൽ പിടിക്കുന്നതിന് മുൻപ് തന്നെ വീഴുന്നതായാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. മലപ്പുറം നിലമ്പൂർ ചാലിയാറിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്നു. കർഷകൻ സിദ്ദിഖിന്റെ 2 ലക്ഷം രൂപയുടെ കൃഷി നശിപ്പിച്ച് കാട്ടാനകൾ. സ്കൂൾ കായികമേള സമാപനത്തിലെ സംഘർഷത്തിൽ നവാമുകുന്ദ സ്കൂളിലെ 3 അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ. മാർബേസിൽ സ്കൂളിലെ 2 അധ്യാപകർക്കെതിരെയും നടപടിയുണ്ടാകും. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം. ജോർജിയ കോടതിയിലെ ജഡ്ജിയെ സ്വന്തം കോടതി മുറിയിൽ വെടിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. ന്യായാധിപനായുള്ള അവസാന ദിവസമാണ് ജോർജിയ കോടതിയിലെ മുറിക്കുള്ളിൽ ജസ്റ്റിസ് സ്റ്റീഫൻ യെക്കലിനെ സ്വയം വെടിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എഫിംഗ്ഹാം കൗണ്ടി സ്റ്റേറ്റ് കോടതി മുറിയിൽ നിന്നാണ് ജസ്റ്റിസ് യെക്കലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.